ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് സ്വാഗതം. തടി കൂടുതലുള്ള പലരും ഡയറ്റിൽ നമ്മളുടെ തനി നാടൻ കേരള വിഭവങ്ങൾ പലപ്പോഴും ഒഴിവാക്കുന്നത് കാണാറുണ്ട്. നമ്മൾ ഒട്ടുമിക്ക ഭക്ഷണ സാധനത്തിലും അരി ചേർക്കുന്നു എന്നത് തന്നെയാണ് ഇത്തരത്തിൽ പലരെയും മലയാളി വിഭവങ്ങൾ അകറ്റി നിർത്താൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ തടി കുറയ്ക്കാനും ഇവ ഉപകരിക്കും. എങ്ങനെയെന്നോ? അതിനു പറ്റിയ നല്ല ഒന്നാന്തരം ഒരു പുട്ടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ പുട്ട് കഴിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് വയറ് നിറയുകയും ചെയ്യും, ഒപ്പം തടി കുറയ്ക്കാനും സാധിക്കും. പുട്ടും മലയാളി തീന്മേശയും നല്ല പുട്ടും ബീഫും, പുട്ടും മീൻകറിയും, പുട്ടും കടലയും, പുട്ടും പഴവും, പുട്ടും പപ്പടവും എന്നിങ്ങനെ പുട്ടിൻ്റെ കൂടെ ചേരാത്തതായി ഒരു കറിയുമില്ല. എന്തൊഴിച്ച് കഴിച്ചാലും നാവിനെ തൃപ്തിപ്പെടുത്താൻ ശേഷിയുള്ള നല്ല ഒന്നാന്തരം മലയാളി വിഭവമാണ് പുട്ട്. പൊതുവിൽ അരിപ്പൊടി ഉപയോഗിച്ചാണ് മിക്കവരും പുട്ട് തയ്യാറാക്കാറുള്ളത്. എന്നാൽ ചിലർ ഗോതമ്പ് പൊടിയും റാഗിയും പുട്ടിന് ഉപയോഗിക്കുന്നതായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ചൂടോടുകൂടി രാവിലെ തന്നെ കഴിക്കാൻ കിട്ടുന്ന ഈ പുട്ടിനെ തടി കുറയ്ക്കാനും ഉപയോഗിക്കാം. പക്ഷേ അതിന് കുറച്ച് ഹെൽത്തി ആയിരിക്കണം. ഇത്തരത്തിൽ തയ്യാറാക്കുന്നത് തടി കുറയ്ക്കാൻ സഹായിക്കുന്ന ഹെൽത്തിയും രുചികരമായ പുട്ടും അതിൻ്റെ കോമ്പിനേഷനും നമുക്കൊന്ന് പരിചയപ്പെടാം. റാഗിപ്പുട്ട് കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ കഴിക്കാവുന്ന നല്ല ആരോഗ്യകരമായ പുട്ടാണ് റാഗിപ്പുട്ട്. ഇത് നല്ല തവിട്ട് വർണ്ണത്തിൽ കാണപ്പെടുന്ന ഈ പൊടി കുറുക്ക് തയ്യാറാക്കുന്നതിനും അതുപോലെ അട, പുട്ട് എന്നിവ തയ്യാറാക്കുന്നതിനും ഉപയോഗിക്കാവുന്നതാണ്. റാഗിപ്പുട്ട് തയ്യാറാക്കി കഴിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ പ്രോട്ടീൻ, കാൽസ്യം, പോഷകങ്ങൾ എന്നിവ നിങ്ങളുടെ ശരീരത്തിൽ എത്തുകയും ഇതുകൂടാതെ ഇതിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡ് വിശപ്പ് കുറയ്ക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ തടിയും കുറയ്ക്കാം. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്നതും കുറയ്ക്കാൻ സാധിക്കും. റാഗിയിലെ നാരുകൾ ധാരാളമായി അടങ്ങിയതുകൊണ്ട് ഇത് തടി കുറയ്ക്കാൻ ഉപയോഗപ്രദമാണ്. അതുപോലെ കലോറി കുറവായതിനാൽ തന്നെ വണ്ണം ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് റാഗിപ്പുട്ട്. അടുത്തതാണ് ചോളപ്പൊടി പുട്ട്. അരിപ്പുട്ടിനേക്കാൾ വളരെ ആരോഗ്യപരമായിട്ടുള്ള പുട്ടാണ് ചോളപ്പൊടി ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കുന്ന പുട്ട്. ഇതിൽ നിരവധി പോഷകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ച് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പുട്ട് നല്ല ബെസ്റ്റ് പുട്ടാണ്. ചോളപ്പൊടിയിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. പ്രോട്ടീൻ ശരീരത്തിൻ്റെ പേശികളുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും തടി കുറയ്ക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. ഇത് ദിവസേന കഴിച്ചാൽ ശരീരത്തിലെ എനർജി ലെവൽ വർദ്ധിപ്പിക്കുന്നതിനും സ്റ്റാമിന കൂട്ടുന്നതിനും സഹായിക്കുന്നു. വണ്ണം വയ്ക്കുന്നതിൽ പ്രധാന കാരണം കലോറിയാണ്. ചോളപ്പൊടിയിൽ കലോറി കുറവാണ്. അതിനാൽ തന്നെ ധൈര്യമായി നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ്. കൂടാതെ ധാരാളം നാരുകളും പോഷകങ്ങളും ചോളത്തിൽ അടങ്ങിയിരിക്കുന്നു. ഇതെല്ലാം ആരോഗ്യത്തെ മികച്ചതാക്കുന്നതിനോടൊപ്പം അമിതവണ്ണത്തെ ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. അതിനാൽ പുട്ട് തയ്യാറാക്കുമ്പോൾ ചോളപ്പൊടി ഉപയോഗിച്ചാൽ അമിതവണ്ണം ഇല്ലാതാക്കാനും ആരോഗ്യം നിലനിർത്താനും ഇത് സഹായിക്കും. അടുത്തതാണ് ഓട്സ് പുട്ട്. ഇന്ന് മിക്കവരും ഓട്സ് ഡയറ്റിൽ ഉൾപ്പെടുത്താറുണ്ട് അല്ലേ? പ്രത്യേകിച്ച് തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഓട്സ് പ്രധാനമായും ഉൾപ്പെടുത്തുന്നു. ഓട്സിൽ ധാരാളം ഡയറ്ററി ഫൈബർ അടങ്ങിയിരിക്കുന്നു. കൂടാതെ നിരവധി പോഷകങ്ങളാൽ സമ്പന്നമാണ് ഓട്സ്. അതിനാൽ ഓട്സ് പുട്ട് കഴിക്കുന്നത് വണ്ണം കുറയ്ക്കാൻ നല്ലതാണ്. ഫൈബറും നാരുകളും ധാരാളം അടങ്ങിയതിനാൽ തന്നെ ഇത് വയറ് നിറയ്ക്കുന്നതിനും അതോടൊപ്പം തന്നെ വിശപ്പകറ്റുന്നതിനും തടി കുറയ്ക്കാനുമൊക്കെ നമ്മളെ സഹായിക്കും. ഓട്സ് പുട്ട് തയ്യാറാക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ചിലർ ഓട്സ് പൊടിച്ച് പുട്ട് തയ്യാറാക്കും. എന്നാൽ ഓട്സ് പൊടിക്കാതെ അത് കുതിർത്ത് അതിൽ തേങ്ങയും പച്ചക്കറികളും ചേർത്ത് പുട്ട് തയ്യാറാക്കുന്നതാണ് ആരോഗ്യപ്രദം. എന്നാൽ മാത്രമാണ് ഇതിലെ നാരുകളുടെ ഗുണം പൂർണ്ണമായും ലഭിക്കുകയുള്ളൂ. പുട്ടിൻ്റെ കൂടെ കഴിക്കേണ്ട വിഭവങ്ങൾ നമ്മൾ സാദാ പുട്ട് തയ്യാറാക്കുകയാണെങ്കിൽ പോലും അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികൾ ചേർക്കുന്നത് ഈ പുട്ടിനെ കൂടുതൽ ആരോഗ്യപ്രദമാക്കും. അതുപോലെ മേൽപ്പറഞ്ഞ ഹെൽത്തി പുട്ടുകൾ തയ്യാറാക്കുമ്പോൾ അവയ്ക്കൊപ്പം കൊഴുപ്പ് കൂടിയ കറികൾ കഴിക്കുന്നതിന് പകരം ഹെൽത്തി ആയിട്ടുള്ള പയറുകറി, അതുപോലെ പഴം അല്ലെങ്കിൽ സാലഡ് എന്നിവയെല്ലാം ചേർത്ത് കഴിക്കുന്നത് കുറച്ചുകൂടി ആരോഗ്യപ്രദമായിരിക്കും. അപ്പോൾ പുട്ട് കഴിക്കുന്നതിൽ ഇത്ര ഗുണങ്ങളുണ്ടെന്ന് നിങ്ങളെല്ലാവരും കരുതിയിട്ടുണ്ടാവില്ല. കാരണം സ്ഥിരം കഴിക്കുന്നവർ, പ്രത്യേകിച്ച് മലയാളികൾ സ്ഥിരം പുട്ട് കഴിക്കുന്നവരാണ്. അപ്പോൾ ഇനിയും പുട്ട് കഴിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കുക. സോഷ്യൽ മീഡിയ കേരള വിഷൻ.